വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്നൊരു വാഞ്ചോ കേക്കുമായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി കേക്കാണ്. ചോക്ലേറ്റും വനിലയും മിക്സ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കേക്ക് ട്രേ ഗ്രീസ് ചെയ്ത് വയ്ക്കുക. ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഗ്രീസ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓൾ പർപ്പസ് ഫ്ലോർ, ഷുഗർ, കൊക്കോ പൗഡർ. പിന്നീട് വേണ്ടത് ഞാൻ വൺ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറിന് 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് ഓയിൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വനില എസൻസ്, 4 മുട്ട. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മൈദ നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പ്ലസ് സോൾട്ട് ഒരു പിഞ്ചിട്ടാൽ മതി, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഇടാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനി ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് വെച്ച ശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വനില എസൻസ് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അപ്പോൾ മുട്ടയുടെ മണം ഉണ്ടാവില്ല. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ കൂടെ പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് പൗഡർ ഷുഗറാണ് മൊത്തം എടുത്തിരിക്കുന്നത്. അതിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പോലെ വൈറ്റ് കളറായിട്ട് ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ എടുക്കുക. എന്നാലും നല്ലതായിട്ട് സ്പോഞ്ച് ആവുള്ളൂ കേക്ക്. പിന്നെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പൊടികൾ അരിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അരിച്ചിടുമ്പോൾ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അരിച്ച് തന്നെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുക. കുറച്ചിട്ടിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പീഡിലിട്ട് ഇളക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇളക്കി ഇതിൻ്റെ ഇങ്ങനെ പൊങ്ങി വന്ന മുട്ടയുടെ ഇത് താന്ന് പോകരുത്. അങ്ങനെ ആകുമ്പോൾ കട്ടിയാവും കേക്ക്. അപ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കുക. എല്ലാ പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇളക്കുമ്പോൾ കട്ടി തോന്നുന്ന സമയത്ത് ഇത് ലൂസാക്കാൻ വേണ്ടി പാല് ചേർത്ത് കൊടുക്കാം. പാലിന് അളവില്ല. നമ്മളൊരു 1/4 കപ്പ് പാലെടുത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. 1/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ ഈ ഒരു പാകത്തിലിരിക്കണം. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിലായിരിക്കണം ബാറ്റർ റെഡിയാക്കേണ്ടത്. എന്നിട്ട് ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം. ബാറ്റർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് വരുമെന്ന്. ബാറ്റർ നല്ല പതഞ്ഞിരിക്കുകയാണെങ്കിൽ കേക്ക് നന്നായിട്ട് വരും. ഈ കേക്ക് ഓവനിൽ വെച്ചല്ല ബേക്ക് ചെയ്യുന്നത്. സ്റ്റവ് ടോപ്പിൽ വെച്ച് സ്റ്റൗവിൻ്റെ ഇതിലൊരു പാത്രം വെച്ചിട്ട്, ഒരു വലിയ പാത്രം വെച്ചിട്ട് അതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പാത്രത്തിൽ നമ്മുടെ കേക്ക് ട്രേ ഇറക്കി വെച്ചിട്ട് ഒരു 35 മിനിറ്റ്സ് to 50 മിനിറ്റ്സ് അതിനിടയ്ക്ക് ഇത് ബേക്കായി കിട്ടും. ചെറിയ തീ കൊടുത്താൽ മതി, ലോ ഫ്ലെയിം കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് അടച്ച് വയ്ക്കുക. എയർ കയറരുത്, അതുപോലെ അടച്ച് വയ്ക്കണം. ഇതാ നോക്കൂ, നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് എടുത്ത് തണുക്കാൻ വയ്ക്കാം. കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്.
ഉണ്ടോ, നല്ല കേക്കാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ വെച്ച് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനൊന്നും വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്കും റെഡിയാക്കി എടുക്കണം. അതിന് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ 1 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, സോഡാ പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ അരിച്ച് വയ്ക്കുക. മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്തെടുക്കുക. ഇതിലേക്ക് വാനില എസൻസ് ചേർക്കണം. നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിലും വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. നല്ല മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് പഴയതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് ഷുഗർ പൗഡർ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ തന്നെയാണ് ചേർത്തത്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അധികം നേരം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ, മൈദമാവ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ടത് കുറേശ്ശെയായിട്ട് അരിച്ച് ചേർത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ് കാണിക്കാത്തത്. ഇതിപ്പോൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ബാറ്റർ. ഇനി ഇത് ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാം. സെയിം പ്രോസസ്സ് തന്നെ ഓവനിലല്ല വയ്ക്കുന്നത്, സ്റ്റൗ ടോപ്പിൽ തന്നെ വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ്. അതുപോലെ എയർ തട്ടി കളയണം നന്നായിട്ട്. എയർ ബബിൾസ് പോയില്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വീഴും. ചോക്ലേറ്റ് കേക്കും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് വാൻചോ കേക്ക് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിനെ 2 ലെയറായിട്ട് മുറിച്ച് വയ്ക്കണം. ചോക്ലേറ്റിൻ്റെ 2 ലെയറായിട്ട് മുറിച്ചു. ഇതിപ്പം രണ്ടും 1 kg വെച്ചിട്ടുണ്ട്. ഒരു കേക്ക് 1 kg, മറ്റേ ചോക്ലേറ്റ് കേക്കും 1 kg, വാനിലയും 1 kg. അപ്പോൾ 2 kg ആണ് 2 കേക്കും കൂടി. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ക്രീം ചെയ്യുമ്പോൾ അതൊക്കെ ഡ്രൈ ആയി പോകും കേക്ക്. അതുകൊണ്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഇട്ട് അതൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനില കേക്കും സ്പോഞ്ച് കേക്കും നമ്മൾ കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ ഈസിയാണ്. നമ്മൾ 1 കപ്പ് ഷുഗർ 1 കപ്പ് വാട്ടറുമായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കേക്ക് വളരെ ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഫ്രീസ് ചെയ്ത പാത്രമായിരിക്കണം നമ്മൾ കേക്കിന് ഫ്രോസൺ ചെയ്യാനായിട്ട്. നല്ലതായിട്ട് തണുത്ത പാത്രവും നമ്മൾ ബീറ്ററും ഒക്കെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് അത് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ സാധാരണ പോലെയാണ് ചെയ്യുന്നത്. പ്രൊഫഷണലായിട്ടുള്ള മെത്തേഡൊന്നും ചെയ്യുന്നില്ല, വെറുതെ ചെയ്യുന്നതാണ്. ടേണിംഗ് ടേബിൾ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ വെറുതെ ഒരു പാത്രം കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പ്ലേറ്റിൽ കേക്ക് സെറ്റ് ചെയ്യുവാണ്. 1 by 1 ആയിട്ട് വനില സ്പോഞ്ചും ചോക്ലേറ്റ് സ്പോഞ്ചും ലെയറായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു ലെയറിന് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ കൊക്കോ പൗഡറും നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഒരു ലെയറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് മൊത്തം കവർ ചെയ്ത് കൊടുക്കുക വിപ്പിംഗ് ക്രീം കൊണ്ട്. ഇനി നമുക്ക് അടുത്തത്, ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്, ഗനാഷ് തയ്യാറാക്കാനാണ്. അപ്പം വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഗനാഷ് തയ്യാറാക്കണം. ഞാനിതിൽ പകുതി വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡ്രീമിൻ്റെ ആണ് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് മതി. ഇതിപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുകയാണ്. ചൂടാകുമ്പോഴേക്കും
നമ്മുടെ ചോക്ലേറ്റും കൂടി ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. രണ്ടും കൂടി നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു പീസ് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഇത്രയും ബട്ടർ ചേർത്താൽ മതി. നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ കൂടി ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഗനാഷ് റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ കൂടെ കട്ടിയായിട്ട് വേണം ഒഴിക്കാനായിട്ട്. എനിക്ക് ടൈം തീരില്ലായിരുന്നു, മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തിരക്ക് പിടിച്ചിട്ടുള്ള ഇതിൽ ചെയ്തതാണ് ഞാൻ. ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പല സാധനങ്ങളും മേടിക്കാനൊന്നുമില്ല, കേക്കൊന്നും പുറത്തൊന്നും വാങ്ങില്ല. അതുപോലെ തന്നെ പലതും ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ സ്പൂൺ കൊണ്ടാണ്. എൻ്റെ കയ്യിൽ ബാഗൊന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നതാണ്. കുറച്ച് നേരം ഇതിങ്ങനെ ചെയ്ത് ഫ്രീസറിൽ വെക്കണം. ഒന്ന് സെറ്റായ ശേഷം മാത്രം ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്പ്രെഡായി പോകും. അത് വന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. എല്ലാം സെറ്റിങ് ചെയ്തിട്ട് ഒന്നുകൂടെ തണുപ്പിച്ചെടുക്കണം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ കേക്കായതുകൊണ്ടാണ് ഇതിനൊരു ഫിനിഷിങ് ശരിക്കും വന്നിട്ടില്ല. എങ്കിലും ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റായിരുന്നു, കേക്ക് നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു COVID-19 പ്രശ്നം കാരണം എല്ലാവർക്കും പ്രോബ്ലംസാണ്. ഇവിടെ ഷോപ്പുകളിലൊന്നും അങ്ങനെ എല്ലാം ഓപ്പൺ അല്ല, സാധനങ്ങളൊന്നും എല്ലാം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വാൻചോ കേക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. എൻ്റെ കേക്ക് 4 ലെയർ ഉണ്ട്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.